Hey, hello, my dears. എല്ലാവരും എന്ത് പറയുന്നു? സുഖമായിട്ടിരിക്കുന്നോ? അപ്പോൾ നമ്മൾ ഇന്ന് പോകാൻ പോകുന്നത് സമ്മറി ഓഫ് ദി ചാപ്റ്റർ. നിങ്ങൾ ആദ്യം തന്നെ കാണുന്ന ദ ഫസ്റ്റ് ഫ്ലൈറ്റ് എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ ഒരു സമ്മറിയാണ് നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ വെനെവർ നിങ്ങൾ എക്സാംസ് ഒക്കെ എഴുതുമ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് കഥയുടെ ഒരു കണക്ഷൻ വിട്ടുപോകുമോ, അല്ലെങ്കിൽ പെട്ടെന്ന് കഥ അറിയാമെങ്കിൽ കാര്യം നിങ്ങൾക്ക് ഓക്കെയാണ്. ആ ഒരു രീതിക്കാണ് നമ്മൾ ആദ്യം ആ ഒരു കാര്യം ഒന്ന് സാറ്റിസ്ഫൈ ചെയ്യാനെന്നുള്ളൊരു നിലയ്ക്കാണ് നമ്മൾ ആദ്യം തന്നെ ഈ ഒരു സമ്മറി പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഏതായാലും കൂടുതൽ ഇതിലേക്കൊന്നും നമ്മൾ പോകുന്നില്ല. ബിഫോർ ദാറ്റ് ഐ വിൽ ജസ്റ്റ് ഇൻട്രൊഡ്യൂസ് മൈസെൽഫ്. ദിസ് ഇസ് അനുപമ. അപ്പം നിങ്ങളുടെ കൂടുതൽ ഈ ഒരു ഇംഗ്ലീഷ് സബ്ജക്റ്റിൻ്റെ ഈ ഒരു ജേർണിയിൽ ഫുൾ ടൈം ഞാനും ഉണ്ടാവും. സോ വിതൗട്ട് ഫർദർ അഡു നമുക്ക് വേഗം നമ്മുടെ ചാപ്റ്ററിലേക്ക് പോവാം. ഓൾ റൈറ്റ്, സോ ദിസ് ഇസ് ആ ചാപ്റ്റർ ഹിസ് first flight and it is written by Liam of Flaherty. All right, അപ്പം നിങ്ങൾ ടൈറ്റിൽ ഒരു ചാപ്റ്റർ നോക്കുമ്പോൾ അതിൻ്റെ ടൈറ്റിൽ ജസ്റ്റ് ബി ഷുവർ അബൌട്ട് ദി ടൈറ്റിൽ ആസ് വെൽ ആസ് ദി ഓഥർ, ആരെ എഴുതിയെന്നുള്ള കാര്യം വളരെ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. ഓക്കെ, സോ അതാണ് നമുക്ക് ആദ്യം ഒന്ന് നോട്ട് ചെയ്യാനുള്ള ഒരു കാര്യം. അപ്പം ലിയാം ഓഫ് ഫ്ലാഹർട്ടി ആണ് ഇതിൻ്റെ ഓഥർ എന്നുള്ള കാര്യം, അല്ലെങ്കിൽ എഴുതിയിട്ടുള്ള ആളെന്നുള്ള കാര്യം ഒന്ന് ഓർത്തിരിക്കാം. സോ ഫ്രം ദി വെരി ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ നമുക്കിവിടെ തന്നിരിക്കുന്ന ആ ഒരു പിക്ചറിൽ നിന്ന് തന്നെ, അല്ലെങ്കിൽ ഫ്രം ദ ടൈറ്റിൽ ഇറ്റ് സെൽഫ് വി ക്യാൻ ഗെറ്റ് എൻ ഐഡിയ വാട്ട് ഈസ് ഗോയിങ് ഓൺ ഇൻ ദിസ് പെർട്ടിക്കുലർ സ്റ്റോറി. അപ്പോൾ നോക്കി, ഇവിടെ നമുക്ക് വി ക്യാൻ ജസ്റ്റ് സീ എ ബേർഡ്. ഇവിടെ ഈ ബേർഡ് എന്ന് പറയുന്ന ഒരു സീഗളാണ്. അപ്പം ഈ സീഗള് ഇറ്റ് ഈസ് സിറ്റിംഗ് ഓൺ എ ലെഡ്ജ്. ലെഡ്ജ് മീൻസ് ദാ ഈ ഒരു പിക്ചറിൽ നമുക്ക് കാണാം ഈ ഒരു മല പോലെ ഇരിക്കുന്ന ഒരു സാധനത്തിൻ്റെ ഈ തുഞ്ചത്ത്. ഓക്കെ, ഈ ഒരു സൈഡിൽ വന്നിട്ട് ദിസ് സീഗൾ ഇസ് സിറ്റിംഗ്. ഓക്കെ, ആൻഡ് ഈ സീകളിൻ്റെ, ഈ ഒരു യങ് സീകൾ, ഈ ഒരു ബേബി സീകളിൻ്റെ ഒരു കഥയാണ് നമ്മൾ ദി ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ് എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഓൾ റൈറ്റ്, സോ വിൽ ജസ്റ്റ് സ്റ്റാർട്ട് വിത്ത് ദി സ്റ്റോറി. So his first flight, Liam of Flaherty. The young seagull was alone on his ledge. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു വാട്ട് ഡസ് എ ലഡ്ജ് മീൻസ്. ഈ ഒരു ഭാഗത്തെയാണ് നമ്മൾ ലെഡ്ജ് എന്ന് പറയുന്നത്. സോ ദിസ് യങ് സീഗൾ, നമ്മുടെ ബേബി സീഗൾ ഈ ഒരു ലെഡ്ജിൽ ഇവിടെ തന്നെയാണ് ഇരിക്കുന്നത്. ഓക്കെ, ആൻഡ് ഹിസ് ബ്രദേഴ്സ് and his sister had already flown away the day before. സോ അവന് സിബ്ലിങ്സ് ഒക്കെ ഉണ്ട്, ബ്രദേഴ്സും സിസ്റ്റേഴ്സും ഒക്കെ ഉണ്ട്. പക്ഷേ നമ്മൾ വിചാരിക്കും എന്തുകൊണ്ടാണ് ഇവൻ്റെ അടുത്തൊന്നും ഇവരെ കാണാത്തത്. വി കുഡ് സീ ദം അവേ. കണ്ടോ, ഇവിടെ ഈ പിക്ചറിലൊക്കെ അവരെ കുറച്ച് ദൂരേക്കാണ് കാണുന്നത്. ബിക്കോസ് ഇവൻ എപ്പോഴും പറക്കാണ്ട് ഇവിടെ തന്നെ ഇരിക്കുകയാണ്. അവൻ്റെ ബ്രദേഴ്സും സിസ്റ്ററും ഒക്കെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ അവർ ഓൾറെഡി സെറ്റായി അവർ പറന്ന് പോകാനൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, ആൻഡ് ഹി ഹാഡ് ബീൻ അഫ്രെയ്ഡ് ടു ഫ്ലൈ വിത്ത് ദം. അപ്പോൾ ദ റീസൺ why the seagull is alone, എന്താണ് ആ ഒരു റീസൺ? ഇപ്പോഴും നമ്മുടെ സീകളിന് പറക്കാൻ ഭയങ്കര പേടിയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ പക്ഷികളാണ് അല്ലെങ്കിൽ സീകളാണെന്ന് വിചാരിച്ചുകൊണ്ട് നമുക്ക് ആദ്യം തന്നെ ഇവർ ഭയങ്കര അടിപൊളിയായിട്ട് പറക്കുന്നൊന്നും വിചാരിക്കാൻ പറ്റത്തില്ല. സോ ഇവിടെ നമ്മുടെ സീകളിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹി ഈസ് വെരി അഫ്രെയ്ഡ് ടു ഫ്ലൈ ലൈക്ക് ഹിസ് ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്. അപ്പോൾ അവൻ ഭയങ്കര പേടിച്ച് അവിടെ തന്നെ ഇരിക്കുകയാണ്. എല്ലാവരും പോയിട്ടും അവൻ ഇപ്പോഴും അവൻ്റെ ആ ഒരു സ്ഥലത്ത് തന്നെ ഇരിക്കുകയാണ്. Somehow when he had taken a little run forward to the brink of the ledge and attempted to flap his wings, he became afraid. അപ്പം ആദ്യം ഇവൻ ചെറിയൊരു പരിശ്രമമൊക്കെ നടത്തുന്നുണ്ട്. അതായത് ഇവിടുന്ന് ഓടി വന്ന് ഇങ്ങോട്ട് വന്നിട്ടൊന്ന് പറക്കാൻ, വിങ്സ് ഒക്കെ ഒന്ന് അടിച്ചൊന്ന് പറക്കാനൊക്കെ നോക്കുന്നുണ്ട്. ബട്ട് സ്റ്റിൽ അത് അവന് ചെയ്യാൻ പറ്റുന്നില്ല. ബിക്കോസ് ഹീ ഈസ് റിയലി അഫ്രെയ്ഡ്. The great expanse of the sea stretched down beneath. അപ്പോൾ എന്താ, ഈ ഒരു ലെഡ്ജ്, ഇത്രയുമുള്ള ഈ ഒരു ഭാഗം, അല്ലെങ്കിൽ ഈ ഒരു ലെഡ്ജ് തൊട്ട് താഴെ എന്താ ഉള്ളത്? വളരെ വിശാലമായിട്ട് നിറഞ്ഞു നിൽക്കുന്ന, അല്ലെങ്കിൽ അങ്ങനെ കിടക്കുന്ന ഒരു കടലാണ് അവിടെ ഉള്ളത്. സോ അത് കാണുമ്പോൾ തന്നെ ഇവൻ്റെ നെഞ്ചിങ്ങനെ പടപടാ ഇടിക്കുകയാണ്. Okay, the great expanse of the sea stretched down beneath and it was such a long way down, miles down. അപ്പോൾ ഇവിടുന്ന് താഴേക്ക് എത്തണമെങ്കിൽ ഇറ്റ് ഈസ് ഹാവിങ് മൈൽസ് ആൻഡ് മൈൽസ്. നമുക്കിപ്പോൾ കാണുമ്പോൾ വലിയ ദൂരം എന്നുള്ളതായിട്ട് തോന്നുന്നില്ല, പക്ഷേ റിയൽ ആയിട്ട് നോക്കുകയാണെങ്കിൽ ഇവിടുന്ന് താഴേക്ക് എത്തുമ്പോഴേക്കും തന്നെ വളരെ വലിയൊരു ഡിസ്റ്റൻസ് ആണ് ഇത് തമ്മിലുള്ളത്. Then he felt certain that his wings would never support him. അപ്പോൾ നമ്മുടെ യങ് സീകളുടെ ഏറ്റവും വലിയ പേടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന് ചിറകുകളുണ്ട്, പക്ഷെ എന്നാലും അവന് സ്വന്തമായിട്ടൊരു കോൺഫിഡൻസ് തോന്നിയിട്ടില്ല. അവൻ്റെ ചിറകുകളിൽ. അവൻ പറക്കാൻ തുടങ്ങുമ്പോഴേക്കും അവൻ്റെ ചിറകുകൾ വിടരുമെന്നും, അല്ലെങ്കിൽ അവനെ അത് സപ്പോർട്ട് ചെയ്യാൻ, പറക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുമെന്നും അവന് ആ ഒരു ബോധ്യം, അല്ലെങ്കിൽ ആ ഒരു കോൺഫിഡൻസ് ഇപ്പോഴും വന്നിട്ടില്ല. ആൻഡ് സോ ഹി bent his head and ran away back to the little hole under the ledge where he slept at night. അപ്പോൾ അവൻ എന്ത് ചെയ്യും? പറക്കാൻ വേണ്ടിയിട്ടൊക്കെ വലിയ കാര്യത്തിന് ഇവിടെ വരെ എത്തും. ബട്ട് ഹീൽ ജസ്റ്റ് ഗോ ബാക്ക്. പേടി കാരണം അവൻ തിരിച്ചു പോയിട്ട് വീണ്ടും അവൻ ഉറങ്ങിക്കൊണ്ടിരുന്ന ആ ഒരു ചെറിയ പൊത്തിൽ പോയിട്ട് അവൻ വീണ്ടും അവിടെ പോയിരിക്കുകയാണ് ചെയ്യുക.
Okay, so even when each of his brothers and his little sister, whose wings were far shorter than his own, ran into the brink, flapped their wings and flew away, he failed to muster up the courage to take up the plunge, which appeared to him so desperate. അപ്പോൾ ഇവൻ്റെ ബ്രദേഴ്സ് ഉണ്ട്, അവൻ്റെ 2 ബ്രദേഴ്സ് ഉണ്ട്, ഒരു സിസ്റ്റർ ഉണ്ട്. ഇവരുടെയൊക്കെ ചിറകുകൾ നമ്മുടെ യങ് സീകളിൻ്റെക്കാളും വളരെ ചെറുതാണെങ്കിൽ പോലും അവർക്ക് പെട്ടെന്ന് തന്നെ പറന്നു പോകാനുള്ളൊരു കറേജ് ഒക്കെ കിട്ടി. പക്ഷെ നമ്മുടെ ബേബി സീകളിന് ഈ പറഞ്ഞ ഒരു കറേജ് എത്ര നോക്കിയിട്ടും ആ ഒരു ധൈര്യം അവനിങ്ങോട്ട് കിട്ടുന്നില്ല. Then his father and mother had come around calling him shrilly, scolding him, threatening to let him starve on his ledge unless he flew away. But for the life of him, he couldn't move. അപ്പോൾ ഇവൻ്റെ അച്ഛനും അമ്മയും പഠിച്ച 18 നോക്കുന്നുണ്ട് ഇവനെ അവിടെ നിന്ന് എങ്ങനെയും ഒന്ന് പറക്കാൻ പഠിപ്പിക്കാൻ. ആദ്യമൊക്കെ ഇവർ നല്ല സ്നേഹത്തിൽ പറഞ്ഞു നോക്കുന്നുണ്ട്, അത് കഴിഞ്ഞിട്ട് ഇവരെ വഴക്ക് പറഞ്ഞ് നോക്കുന്നുണ്ട്, അത് കഴിഞ്ഞിട്ട് ഇവനെ ത്രട്ടൻ ചെയ്യുന്നുണ്ട്, ഭീഷണിപ്പെടുന്നുണ്ട്, നീ വന്നില്ലെങ്കിൽ നിനക്ക് ഞങ്ങൾ ഫുഡൊന്നും എത്തിച്ച് തരത്തില്ല എന്ന് വരെ പറയുന്നുണ്ട്. നീ പറക്കാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ ഇതൊന്നും ഞങ്ങൾ ചെയ്തു തരത്തില്ല എന്ന് പോലും പറയുന്നുണ്ട്. പക്ഷെ എന്നിട്ടും നമ്മുടെ യങ് സീകളിന് ഇതുമായിട്ടൊന്നും അഡ്ജസ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ അവൻ്റെ ആ ഒരു പറക്കുക, ആ ഒരു ഫിയർ ഒന്ന് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നില്ല. ഓക്കെ, സോ അവിടെയാണ് നമ്മുടെ ഈ ഒരു പാരഗ്രാഫ് എൻഡ് ചെയ്യുന്നത്. ആൻഡ് ദെൻ അടുത്ത പാരഗ്രാഫിലേക്കാണ് നമ്മൾ പോകുന്നത്. ദാറ്റ് വാസ് 24 hours ago. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അച്ഛനും അമ്മയും നിർബന്ധിക്കുന്നതും അല്ലെങ്കിൽ അവൻ്റെ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് അവനെ പറക്കാൻ വിളിക്കുന്നതും ഒക്കെ ഒരു 10-24 മണിക്കൂർ ഒരു ദിവസം മുന്നേ നടന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇപ്പം എന്താ നടക്കുന്നത്? സിൻസ് ദെൻ നോബഡി ഹാഡ് കം നിയർ ടു ഹിം. ഓക്കെ, അപ്പം എല്ലാവരും ഇവരോട് പറഞ്ഞ് അവരും അടുത്തു. അവരവസാനം അവനെ ഇട്ടേച്ച് അവരുടെ പാട്ടിന് പോയിട്ട് കുറച്ച് ദൂരത്തേക്കൊക്കെ മാറി. ഇപ്പോഴും ഈ എത്ര സമയമായിട്ട് ഒരു 10-24 മണിക്കൂറായിട്ട് ഒരു ദിവസത്തോളമായിട്ട് ആരും നമ്മുടെ യങ് സീകളിനെ ഒന്ന് തിരിഞ്ഞു പോലും നോക്കുന്നില്ല. അവൻ്റെ അടുത്തേക്ക് വരാൻ പോലും ആരും തയ്യാറാകുന്നില്ല. And the day before, all day long, he had watched his parents flying about with his brothers and sister, perfecting them in the art of flight, teaching them how to skim the waves and how to drive for fish. അപ്പോൾ എന്താ, നമ്മുടെ ബ്രദേഴ്സും അതുപോലെ സിസ്റ്ററും ഒക്കെ ഓൾറെഡി പറക്കാൻ വേണ്ടിയിട്ട് പഠിച്ചു എന്ന് പറഞ്ഞു. ദൂരെ നമ്മുടെ യങ് സീകളിൽ നോക്കുമ്പോഴേക്കും ഈ അച്ഛനും അമ്മയും, അച്ഛൻ സീകളിലും അതുപോലെ അമ്മ സീകളിലും എന്ത് ചെയ്യാണ്, ഈ പറക്കാൻ തുടങ്ങിയ കുട്ടി സീഗേൾസിനെ നല്ല രീതിക്ക് ട്രെയിൻ ചെയ്യാണ്. ഇങ്ങനെ പറന്നു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി ബെറ്റർ, നിങ്ങൾ കുറച്ചും കൂടെ നല്ലതായിട്ട് പറക്കാം. അതുപോലെ തന്നെ വെള്ളത്തിലേക്കൊക്കെ പോയി ഡൈവ് ചെയ്ത് ഫിഷസിനെ പിടിക്കാനൊക്കെയുള്ള ഒരു ട്രെയിനിങ് നല്ല രീതിക്ക് എങ്ങനെ ചെയ്യാം എന്നൊക്കെ അവർ ട്രെയിൻ ചെയ്ത് കൊടുക്കുന്നത്. അപ്പം നമ്മുടെ യങ് സീകൾ, നമ്മുടെ ഇവിടെ ഇരിക്കുന്ന ഒറ്റപ്പെട്ടിരിക്കുന്ന നമ്മുടെ സീകളിന് ഈ പറഞ്ഞ യാതൊരു കാര്യങ്ങളും കിട്ടുന്നില്ല. ഹി ഈസ് സ്റ്റിൽ അഫ്രൈഡ് ഓഫ് എവ്രിതിങ്. Okay, and he had in fact seen his older brother catch his first herring and devour it standing on the rock while his parents circled around raising a proud cackle. അപ്പോൾ എന്താ, ഇവൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഇവൻ്റെ ഒരു അവൻ്റെ ബ്രദർ സീകളിൽ ഇവർ പഠിപ്പിച്ച പ്രകാരം അയാൾ പോയിട്ട് ഒരു നല്ലൊരു മീനെ പിടിച്ച് ആ ഒരു പാറയുടെ മേലെ നിന്ന് ഇത് തിന്നുന്നതൊക്കെ നമ്മുടെ യങ് ബേബി സീകളിൽ കാണുന്നുണ്ട്. അവരങ്ങനെ ആ ഒരു ബ്രദർ അങ്ങനെ തിന്നുമ്പോഴേക്കും ഈ പേരൻസ് എല്ലാം കൂടെ അവൻ്റെ ചുറ്റും പോയി നിന്ന് അവനെ കൺഗ്രാജുലേറ്റ് ചെയ്യും, അവനെ ഒന്ന് പ്രൗഡായിട്ട് അവനെ പറ്റി ഭയങ്കര അഭിമാനത്തോടെ ഇങ്ങനെ പറന്ന് നടക്കുകയും ഒച്ചപ്പാടുണ്ടാക്കുകയും ഒക്കെ ചെയ്യുന്നത് നമ്മുടെ യങ് ബേബി സീകളിൽ അത് അവരും കാണുന്നുണ്ട്. Okay, and all the morning the all family had walked about to the big plateau midway down the opposite cliff, laughing at his cowardice. Okay, and everyone in the family, അവർക്കൊക്കെ ഈ ബ്രദർ സീകൾ ചെയ്ത കാര്യങ്ങളൊക്കെ കണ്ടിട്ട് they are happy and they are laughing at all these things. Okay, അപ്പോൾ അവർ വളരെ enthusiastic ആയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. The sun was now ascending the sky, blazing warmly on his ledge that he faced the. അപ്പോൾ സൂര്യനൊക്കെ ഏതാണ്ട് നല്ല രീതിക്കായിട്ട് ഉദിച്ചു വരുന്നുണ്ട്. അപ്പോൾ വെയിലൊക്കെ ആയി തുടങ്ങി. He felt the heat because he had not eaten since the previous nightfall. അപ്പം നമ്മുടെ യങ് സീകളിന് ഇപ്പം വിശക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ബിക്കോസ് ഒരു ദിവസമായിട്ട് അവൻ്റെ അടുത്തേക്ക് ആരും വരുന്നില്ല, അതുകൊണ്ട് തന്നെ അവന് ഭക്ഷണം കഴിക്കാനൊന്നും കിട്ടുന്നില്ല. അവൻ ഇപ്പോഴും ആ ഒരു ലെഡ്ജിൽ മേൽ തന്നെ ഇരിക്കുകയാണ്. Then he had found a dried piece of mackerel's tail at the far end of his ledge. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അവൻ ആ ഒരു ലെഡ്ജിൻ്റെ തൊട്ടങ്ങേ അറ്റത്ത് ഒരു മാക്രൽ, ഒരു ഫിഷിൻ്റെ അല്ലെങ്കിൽ ഒരു ജീവിയുടെ ഒരു ഫിഷിൻ്റെ ടെയിൽ ഭാഗം, ഒരു ചെറിയ വാലിൻ്റെ കഷ്ണോടെ കിടക്കുന്നുണ്ട്. അപ്പോൾ അത്രയധികം വിശന്നിട്ട് ഹി ഈസ് നൗ ഗോയിങ് ടു ദാറ്റ് ലെഡ്ജ് ടു ടേക്ക് ദാറ്റ്.
Now, there was not a single scrap of food left. അപ്പോൾ അവിടെ നോക്കുമ്പോൾ എന്താ കാണുന്നത്? ഈ പറഞ്ഞ അതിൻ്റെ ഒരു ചെറിയ വാൽ കഷ്ണമേ അവിടെ കാണുന്നുള്ളൂ, അല്ലാണ്ട് ഭയങ്കര കാര്യമായിട്ടുള്ള ഫുഡൊന്നും അതുമേലില്ല. And he had searched every inch, rooting among the rough, dirt-caked straw nest where he and his brothers and sister had been hatched. അപ്പോൾ ഇവൻ കൂട്ടിൽ പോയിട്ട് വീണ്ടും വീണ്ടും തിരഞ്ഞു നോക്കുന്നുണ്ട്, എന്തെങ്കിലും ഒന്ന് കഴിക്കാൻ കിട്ടിയാൽ മതിയായിരുന്നു. അവൻ്റെ ആ ഒരു വിശപ്പടക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ അവൻ കൂട്ടിപ്പോയൊക്കെ അടിച്ചു പെറുക്കി നോക്കുന്നുണ്ട്, എന്തെങ്കിലും ഒരു 2 സാധനം കിട്ടിയിരുന്നെങ്കിൽ അത്രയും ആയല്ലോ. പക്ഷെ അതൊന്നും അവന് കിട്ടുന്നില്ല. ആൻഡ് ഹി ഈവൻ നോട്ട് at the dried pieces of eggshell. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന പഴകിയ അല്ലെങ്കിൽ ഉണ്ടായിരുന്ന എഗ്ഷെൽസിൽ വരെ അവൻ പോയി തപ്പി നോക്കുന്നുണ്ട്, എന്തെങ്കിലും അവന് കഴിക്കാൻ പറ്റുന്നത് കിട്ടുമോ എന്ന്. പക്ഷേ ഇറ്റ് വാസ് ലൈക്ക് ഈറ്റിംഗ് എ പാർട്ട് ഓഫ് ഹിംസെൽഫ്. അപ്പം ഇവർ വിരിഞ്ഞ് വന്നിട്ടുള്ള ആ ഒരു എഗ്ഷെല്ലിൽ വരെ അവൻ പോയി നോക്കുന്നുണ്ട്, എന്തെങ്കിലും ഒന്ന് കഴിക്കാൻ കിട്ടുമോ എന്നുള്ളത്. പക്ഷേ അതെന്തായിരുന്നു, അവനുണ്ടായി വന്ന ആ ഒരു എഗ്ഷെല്ലിൽ തന്നെ പോയി കഴിക്കാൻ എന്തെങ്കിലും കിട്ടുമോ എന്ന് നോക്കുന്നത് ശരിക്കും പറഞ്ഞാൽ അവനെ തന്നെ കഴിക്കാൻ വേണ്ടിയിട്ട് നോക്കുന്നത് പോലെയാണ് അല്ലേ. സോ എങ്ങനെയൊക്കെ നോക്കിയിട്ടും അവന് ഒരു രക്ഷയില്ല, അവൻ അങ്ങനെ തന്നെ ഇരിക്കുകയാണ്. ഹി ഈസ് വെരി ഹംഗ്രി നൗ. He then trotted back and forth from one end of the ledge to the other. His long grey legs stepped daintily, trying to find some means of reaching his parents without having to fly. അപ്പം എന്താ, ഇവന് വിശന്നിട്ടൊരു രക്ഷയില്ല. അപ്പം അവൻ എന്ത് ചെയ്യാണ്, ആ ലെഡ്ജിൻ്റെ മേലെ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും മുന്നോട്ടും പുറകോട്ടും ഇങ്ങനെ ഉലാത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു രക്ഷയില്ല. അവൻ്റെ കാലുകളൊക്കെ ഒന്ന് പറക്കാൻ വേണ്ടിയിട്ടൊക്കെ ശ്രമിക്കുക, പറക്കാനല്ല, എങ്ങനെയെങ്കിലും അച്ഛൻ്റെ അമ്മയുടെ അടുത്ത് എത്തിയാൽ മതി എന്ന് അവർക്കുണ്ട്. പക്ഷേ എന്ത് സംഭവിക്കുകയാണ്, അവന് പറക്കാൻ ഇപ്പോഴും പേടിയാണ്. അതുകൊണ്ട് ആ ഒരു കാര്യത്തിന് അവൻ നിൽക്കുന്നില്ല. Then, but on each side of him, the ledge entered in a sheer fall of precipice with the sea beneath. അപ്പം ഓരോ സൈഡുകളിലും പോകുമ്പോഴേക്കും ഭയങ്കര കൂർത്ത് നിൽക്കുന്ന ഭാഗങ്ങളാണ് അവർക്ക് കാണാൻ പറ്റുന്നത്. അതിൻ്റെ തൊട്ട് താഴെയാണെങ്കിലോ നല്ല ഒന്നാന്തരമായിട്ട് പരന്ന് വിശാലമായിട്ട് കിടക്കുന്ന ഒരു ഓഷ്യനുമാണുള്ളത്. ആൻഡ് ബിറ്റ്വീൻ ഹിം ആൻഡ് ഹിസ് പേരൻസ് ദർ വാസ് എ ഡീപ്പ് വൈഡ് ക്രാക്ക്. അപ്പോൾ ഇവൻ്റെ പേരൻസ് നിൽക്കുന്നതും ഇവൻ നിൽക്കുന്നതുമായിട്ട് നല്ലൊരു ക്രാക്ക്, അതായത് ഒരു വിടവ് തന്നെയുണ്ട്. അപ്പോൾ അവനെ അങ്ങ് പെട്ടെന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അവൻ്റെ പേരൻസിൻ്റെ അടുത്തേക്ക് എത്താൻ പറ്റില്ല. സോ ഡെഫിനറ്റ്ലി ഹി ഹാസ് ടു ഫ്ലൈ ഇൻ ഓർഡർ ടു റീച്ച് ഹിസ് പേരൻസ്. അതാണെങ്കിൽ ഇവന് പേടിയുമാണ്. Surely he could reach them without flying if he could only move northwards along the cliff face. അപ്പം he is just thinking of some other ways. അതായത് പറന്നല്ലാതെ അവരുടെ അടുത്തേക്ക് എത്താൻ എന്താണ് ഒരു വഴിയുള്ളതെന്ന് അവൻ ആലോചിക്കുകയാണ്. വേറെ എവിടെയെങ്കിലും കൂടെ നടന്നു പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ എത്താമോ എന്നൊക്കെ അവൻ ആലോചിക്കുന്നുണ്ട്. ബട്ട് ദെൻ ഓൺ വാട്ട് കുഡ് ഹി വാക്ക്. അപ്പോൾ അവനാലും എങ്ങനെ പോകാനാ, അവർ പറന്ന് നടക്കുന്ന ആ ഒരു ഭാഗത്തേക്ക് ഒരിക്കലും ഏതായാലും അവന് നടന്നു പോകാൻ പറ്റില്ല. നടന്നു പോകാൻ എന്താണ് അവിടെ അതിനുള്ളത്? ദർ വാസ് നോ ലെഡ്ജ് ആൻഡ് ഹി വാസ് നോട്ട് എ ഫ്ലൈ. ഓക്കെ, അപ്പോൾ അവിടെ ഈ പറയുന്ന മാതിരി ഇവൻ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ലെഡ്ജ് പോലൊരു സാധനമൊന്നും ഈ പറയുന്ന അച്ഛൻ്റെ അമ്മയുടെ അടുത്തേക്ക് എത്താൻ വേണ്ടിയിട്ട് ഒരു വഴിയായിട്ട് അവിടെ ഇല്ല. സോ അവന് പറക്കുക എന്നുള്ളതല്ലാണ്ട് വേറൊരു വഴിയുമില്ല. ആൻഡ് എബവ് ഹിം ഹി കുഡ് സീ നത്തിങ്. അപ്പോൾ അവൻ്റെ മേലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അവനൊന്നും കാണത്തില്ല, താഴേക്ക് നോക്കിക്കഴിഞ്ഞാലോ നല്ല പരന്ന് വിശാലമായിട്ട് കിടക്കുന്ന സീയുമാണുള്ളത്. ഓക്കെ, ദ precipice was sheer and the top of it was perhaps farther away, the sea beneath him. അപ്പം ഈ പറഞ്ഞ precipice ഒരു നല്ല കൂർത്ത് നിൽക്കുന്ന മുനയുള്ള ഭാഗങ്ങളൊക്കെയാണ് അവിടെ ഫുള്ള് കാണാനുള്ളത്. മാത്രമല്ല അത് സീ കടലിൻ്റെ അതിൽ നിന്ന് വളരെയധികം ഹൈറ്റിലായിരുന്നു ഉണ്ടായിരുന്നത്. ഓക്കെ, നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റോറിയാണ്. നമുക്ക് ഈ ഒരു സ്റ്റോറിയിൽ നിന്ന് ഈ ഒരു സ്റ്റോറി കഴിയുമ്പോഴേക്കും വാട്ട് ഓൾ തിങ്സ് ക്യാൻ വി ഗെറ്റ് ഫ്രം ദിസ് എന്നുള്ളത് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. തീംസ് എന്തൊക്കെയാണ് വരുന്നത് എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പം നമുക്ക് ഏതായാലും കൂടുതൽ സംസാരങ്ങളിലേക്കൊന്നും പോകാണ്ട് നമ്മൾ ഡയറക്റ്റ്ലി നമ്മുടെ നെക്സ്റ്റ് പാരഗ്രാഫിലേക്ക് പോവാണ്. ഹി സ്റ്റെപ്ഡ് സ്ലോലി ഔട്ട് ടു ദി ബ്രിങ്ക് ഓഫ് ദി ലെഡ്ജ് ആൻഡ് സ്റ്റാൻഡിങ് ഓൺ വൺ ലെഗ് വിത്ത് ദി അതർ leg hidden under his wing, he closed one eye, then the other, and pretended to be falling asleep. അപ്പോൾ ദാ ഒരു നിവർത്തിയില്ല. അമ്മയുടെ അച്ഛൻ്റെ അടുത്തേക്ക് എത്താൻ വേണ്ടിയിട്ട് പഠിച്ച പണി 18 നോക്കി നടന്നില്ല. ഇനി എന്താ വഴിയുള്ളൂ? ഉറങ്ങിയാലെങ്കിലും, നമ്മൾ ചിലരൊക്കെ വിചാരിക്കും അല്ലേ, കുറച്ചു നേരം കിടന്ന് ഉറങ്ങിയാലെങ്കിലും വിശപ്പ് പോട്ടെ. അങ്ങനെ ഒരു മാർഗത്തിലേക്കാണ് നമ്മുടെ യങ് സീകളിലും പോകുന്നത്. അവൻ എന്ത് ചെയ്യാണ്, അവൻ്റെ ആ ലെഡ്ജിൻ്റെ ഒരു സൈഡിലേക്കൊക്കെ പോയി നിന്നിട്ട് ഹീ ഈസ് സ്റ്റാൻഡിങ് ഓൺ വൺ ലെഗ്, ഒരു കാലിങ്ങനെ പിടിച്ച് നമ്മൾ സന്യാസിമാരൊക്കെ തപസ് ചെയ്യുന്ന പോലെ ഇങ്ങനെ ഹീ ഈസ് നൗ സ്റ്റാൻഡിങ്. അപ്പം എന്നിട്ട് എന്ത് ചെയ്യാണ്, ഹീ ഈസ് ട്രൈങ് ടു ഫോൾ അസ്ലീപ്. അപ്പം എങ്ങനെയാലും ഒന്ന് ഉറങ്ങി കിട്ടിയാൽ മതി. അപ്പം ഉറങ്ങാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുകയാണ്. ഓക്കെ, ആൻഡ് സ്റ്റിൽ ദേ ടുക്ക് നോ നോട്ടീസ് ഓഫ് ഹിം. അപ്പം ഇതൊക്കെ കാണുന്നുണ്ട്, ഇവൻ ഇതൊക്കെ ചെയ്യുന്നത്, ഈ കോപ്രായങ്ങളൊക്കെ കാണിക്കുന്നത് എന്തിനാ, അച്ഛൻ്റെ അമ്മയുടെയും യങ്സ് പേരൻസിൻ്റെയും അതുപോലെ സിബ്ലിങ്സിൻ്റെയും ഒരു ശ്രദ്ധ കിട്ടാനും കൂടെ വേണ്ടിയിട്ട്. പക്ഷേ അവരിതൊന്നും മൈൻഡ് ആക്കുന്നത് തന്നെയില്ല. ആൻഡ് ദെൻ
he saw his two brothers and his sister lying on the plateau dozing with their heads sunk into their necks. അപ്പോൾ അവർ നമ്മുടെ അപ്പുറത്തൊക്കെ വന്ന് നോക്കുമ്പോഴേക്കും അവരുടെ സിബ്ലിങ്സ് ഒക്കെ ഈ പറഞ്ഞ മാതിരി വെള്ളത്തിൽ തലമുക്കി കളിക്കുകയും നെക്സ് കൊണ്ടൊക്കെയുള്ള അഭ്യാസങ്ങളൊക്കെ കാണിച്ചു നടക്കുന്നുണ്ട്. ഹിസ് ഫാദർ വാസ് സ്പ്രീനിങ് ദ ഫെദേഴ്സ് ഓൺ ഹിസ് വൈറ്റ് ബാക്ക്. അപ്പം അച്ഛനതയോണ്ടെന്ന് ഫെദേഴ്സ് ഒക്കെ എന്താണ് ഇങ്ങനെ കൊത്തി മിനിക്ക് അല്ലെങ്കിൽ ചെകഞ്ഞ് നോക്കിക്കൊണ്ടൊക്കെ ഇരിക്കുകയാണ്. ആൻഡ് ഓൺലി ഹിസ് മദർ വാസ് ലുക്കിംഗ് അറ്റ് ഹിം. അപ്പം നോക്കിയേ, എപ്പോഴും അമ്മമാർക്കുള്ള ആ ഒരു എന്താണ് ഒരു സിമ്പതി, മക്കളുടെ അടുത്തുള്ള ഒരു സ്നേഹക്കൂടുതൽ അല്ലേ. അപ്പോൾ ഇവൻ നോക്കുമ്പോഴേക്കും അച്ഛനും സഹോദരങ്ങളും ഒക്കെ ഇതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അമ്മ മാത്രം ഇവനെ കാര്യമായിട്ട് നോക്കിക്കൊണ്ടിരിപ്പുണ്ട്. ഷീ വാസ് സ്റ്റാൻഡിങ് on a little high hump of the plateau, her white breast thrust forward. And എവിടെയായിരുന്നു ഈ അമ്മ സീകളുണ്ട്? അവരുടെ കൂട്ടത്തിൽ തന്നെയാണ്, കുറച്ചുകൂടെ പൊങ്ങി മേൽഭാഗത്തേക്കാണ് പുള്ളിക്കാരി ഇരിക്കുന്നത്. And now and again she tore at a piece of fish that lay at her feet. അപ്പം എന്താ, നമ്മുടെ ഈ അമ്മ സീകളുടെ കാലിൽ ഒരു ഫിഷിൻ്റെ പീസ് ഉണ്ടായിരുന്നു. അപ്പോൾ പുള്ളിക്കാരി അതിങ്ങനെ കീറി കഴിക്കാനുള്ള പരിപാടികളാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ആൻഡ് ദെൻ സ്ക്രാപ്ഡ് ഈച്ച് സൈഡ് ഓഫ് എ ബീക്ക് ഓൺ ദി റോക്ക്. അപ്പം അവരുടെ ചുണ്ട് അല്ലെങ്കിൽ ബീക്ക് ചുണ്ട് അതൊന്ന് മൂർച്ച കൂട്ടാൻ വേണ്ടിയിട്ട് അവർ ഇടയ്ക്കിടയ്ക്ക് കല്ലിലൊക്കെ ഇട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചെറുതായിട്ട് ഉരയ്ക്കുന്നൊക്കെയുണ്ട്. ദ സൈറ്റ് ഓഫ് ദ ഫുഡ് മാഡൻഡ് ഹിം. അപ്പം അമ്മയുടെ കയ്യിൽ ഫുഡ് ഇരിക്കുന്നത് കണ്ടപ്പോഴേക്കും നമ്മുടെ യങ് ബേബി സീകളിന് അവന് ആർത്തി മുത്ത്, കാരണം അത്രയധികം വിശന്നാണ് അവൻ നിൽക്കുന്നത്. ഹൗ ഹി ലവ്ഡ് to cheer food that way, scraping his beak now and again to wet it. And നമ്മുടെ ഈ പറഞ്ഞ യങ് സീകളിനും അവനതൊക്കെ കണ്ടിട്ട് അങ്ങോട്ട് കൊതിയാവുകയാണ്. അമ്മ ഈ പറഞ്ഞ ഫ്ലഷ് അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ച് കീറുന്നതൊക്കെ കണ്ടിട്ട് നമ്മുടെ യങ് ബേബി സീകളിന് കൊതി അടക്കാൻ പറ്റുന്നില്ല. ഹി ഓൾസോ ലവ് ടു ഡു ദ സെയിം. ഹി അട്ടേഡ് എ ലോ ക്ലാക്കിൾ. അപ്പോൾ ചെറുതായിട്ടൊരു ഒച്ചപ്പാടൊക്കെ ഉണ്ടാക്കുന്നുണ്ട് അമ്മയുടെ ഒരു ശ്രദ്ധ ആകർഷിക്കാൻ. ഹിസ് മദർ കാക്കിൾ ടു ആൻഡ് ലുക്ക്ഡ് അറ്റ് ഹിം. അപ്പം ആ ഒരു ശബ്ദം കേട്ടിട്ട് അമ്മ സീകളും മദർ സീഗൾ ഓൾസോ മെയ്ഡ് എ കാക്കിൾ, ആ ഒരു ശബ്ദം ഉണ്ടാക്കുന്നുണ്ട്. ആൻഡ് ദെൻ ഗാ 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 ഹി ക്രൈഡ് ബെഗിങ് ഹർ ടു ബ്രിങ് ഹിം ഓവർ സം ഫുഡ്. അപ്പം നമ്മുടെ യങ് ബേബി സീകൾ എന്തിനാ, ഈ ഒരു യങ് സീകൾ എന്തിനാണ് ഇത് ചെയ്യുന്നത്? അമ്മ പ്ലീസ് എനിക്കൊരു ഫുഡ് കൊണ്ടെത്താ എന്നുള്ള രീതിക്കാണ്, ഒരു റിക്വസ്റ്റ് എന്നുള്ള രീതിക്കാണ് നമ്മുടെ യങ് സീകൾ ഈ ഒരു ശബ്ദമൊക്കെ ഉണ്ടാകുന്നത്. ഓക്കെ. ആൻഡ് ഫൈനലി നമ്മുടെ അമ്മ എന്താ ചെയ്യുന്നത്? ഷീ സ്ക്രീംഡ് ബാക്ക് മോക്കിംഗ്ലി. അപ്പം നമ്മുടെ അമ്മ സീകൾ, നീ എന്തിനാണ് ആ ചക്ക എന്നെ വിളിക്കുന്നത്? ഞാൻ പറയുന്നതൊന്നും നീ കേൾക്കുന്നില്ല, സോ ഐ വോണ്ട് ജസ്റ്റ് കം എന്നുള്ള രീതിക്ക് അമ്മ സീകളും തിരിച്ച് അവൻ്റെ അടുത്ത് റിപ്ലൈ കൊടുക്കുകയാണ് അവരുടെ സൗണ്ട്സിലൂടെ. ഓക്കെ. ബട്ട് ഹി കെപ്റ്റ് കോളിംഗ് പ്ലെയിൻറ്റീവ്ലി ആൻഡ് ആഫ്റ്റർ എ മിനിറ്റ് ഓർ സോ ഹി അട്ടേർഡ് എ ജോയ്ഫുൾ സ്ക്രീം. അപ്പോൾ അമ്മ ഇങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും ഇവൻ വീണ്ടും ഇങ്ങനെ ശബ്ദം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയെങ്കിലും അമ്മ ഇങ്ങോട്ട് വരട്ടെ എന്ന് വിചാരിച്ചു. അപ്പം ഒരു മിനിറ്റോളം ഇവൻ ഈ ഒച്ചപ്പാട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ആ ഒരു ഒച്ചയ്ക്ക് ശേഷം ഇവനൊരു ജോയ്ഫുൾ, കുറച്ച് ഹാപ്പിനെസ്സിലുള്ള ഇവൻ്റെ ഒരു വോയിസ് നമുക്ക് കേൾക്കാം. എന്താണ് ആ ഹാപ്പിനെസ്സിന് കാരണം? What can be the reason? Yeah, his mother had picked up a piece of fish and was flying across to him with it. അപ്പോൾ അതാണ് അവൻ്റെ ഹാപ്പിനെസ്സിനുള്ള കാരണം. എന്താണ്? അവൻ്റെ അമ്മ ഒരു ഫിഷിൻ്റെ പീസ് എടുത്തിട്ട് അവൻ്റെ അടുത്തേക്ക് കൊണ്ടുവരികയാണ്. And he leaned out eagerly, tapping the rock with his feet, trying to get nearer to her as she flew across. അപ്പോൾ ആ അമ്മയുടെ അടുത്തേക്ക് എത്താൻ വേണ്ടിയിട്ട് അവൻ കുറച്ചും കൂടി ലീൻ ചെയ്ത് ഇങ്ങനെ മുന്നോട്ട് ഇങ്ങനെ പോയി നിൽക്കുകയാണ്. Okay, but when she was just opposite to him, abreast of the ledge, she halted, her legs hanging limp, her wings motionless, the piece of fish in her beak almost within the reach of his beak. അപ്പോൾ എന്താ, ഇവൻ്റെ അടുത്തേക്ക്, ഈ ലെഡ്ജിൻ്റെ തൊട്ടടുത്തേക്ക് അമ്മ എത്താനായിട്ടുണ്ട്. ആൻഡ് ദ ബേബി സീഗൾ ഇസ് ഹിയർ. ഓക്കെ. അപ്പോൾ എന്ത് ചെയ്തു? ഇവിടെ വന്നിട്ട് നമ്മുടെ അമ്മ സീകൾ ഏതാണ്ട് ഇവൻ്റെ ആ ഒരു റീച്ചിനടുത്ത് വരെ വന്ന് എത്തി നിൽക്കുകയാണ്. പക്ഷേ എങ്കിൽ അവിടെ എത്തിയപ്പോഴേക്കും, ഇവിടെ തൊട്ടടുത്ത് എത്തിയപ്പോഴേക്കും വാട്ട് ഹാപ്പൻഡ്? ഈ അമ്മ സീകൾ അവിടെ മോഷൻലെസ് ആയിട്ട് നിൽക്കുകയാണ്. പുള്ളിക്കാർ ഇവിടെ അങ്ങനെ തങ്ങി നിൽക്കുകയാണ്. ഓക്കെ. അപ്പോൾ ഇവർ രണ്ടുപേരും ഇത്ര അടുത്താണുള്ളത്. നമ്മുടെ യങ് സീകളിൽ ഇവിടെയുണ്ട്, മദർ സീകളിൽ ഇവിടെയുണ്ട്. ഓക്കെ. അപ്പോൾ തൊട്ടടുത്ത് അവൻ ഫുഡ് കണ്ടിട്ടുണ്ട്. ഇവന് ഭയങ്കര കൊതി പിടിച്ച് ആർത്തി പിടിച്ച് നിൽക്കുകയാണ്. സോ വാട്ട് ക്യാൻ ബി ദ നെക്സ്റ്റ് തിങ്? ഇനി എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക? യെസ്, നോക്കാം. He waited a moment in surprise, wondering why she didn't come nearer, and then maddened by hunger, he dived at the fish. അപ്പോൾ കുറച്ച് നേരം ഇവനിങ്ങനെ ആലോചിച്ചുകൊണ്ട് നിന്നു. നമ്മുടെ യങ് സീകൾ ഇതെന്താണ് അമ്മ ഇവിടെ വരെ കൊണ്ടുവന്നിട്ട് ഇങ്ങോട്ടെന്താ കൊണ്ട് തരാത്തേന്ന് ആലോചിച്ച് നിന്നു. പക്ഷെ പിന്നെ കൂടുതലൊന്നും ആലോചിക്കാൻ നിന്നില്ല, കാരണം അവൻ അത്രയധികം വിശക്കുന്നുണ്ടായിരുന്നു. എന്ത് ചെയ്തു? അവരുടെ ആ ചുണ്ടിലിരിക്കുന്ന ഫിഷ് കിട്ടാൻ വേണ്ടിയിട്ട് അവൻ പെട്ടെന്ന് തന്നെ അമ്മയുടെ അടുത്തേക്ക് ജസ്റ്റ് ഡൈവ് ചെയ്തു. കുറച്ച് ഇത്രയും ദൂരം ഉള്ളൂ രണ്ടുപേരും തമ്മിൽ. ഡൈവ് ചെയ്ത് അമ്മയുടെ അടുത്തേക്ക് പോകണം. അപ്പോൾ ഫിഷ് ഇപ്പം കിട്ടും. ഓക്കെ, കിട്ടിയില്ല എന്നുള്ളൊരു അവസ്ഥയിലാണ് നിൽക്കുന്നത്. ആൻഡ് ദെൻ വാട്ട് ഹാപ്പൻഡ്?
എന്ത് സംഭവിച്ചു? വിത്ത് എ ലൗഡ് സ്ക്രീം ഹി ഫെൽ ഔട്ട്വേർഡ്സ് ആൻഡ് ഡൗൺവേർഡ്സ് ഇൻ ടു സ്പേസ്. എന്ത് സംഭവിച്ചു? അവൻ ഈ പറഞ്ഞ ഫിഷ് ക്യാപ്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയില്ല, പകരം എന്താ, അവൻ ആ സ്പേസിൽ മേലേക്കും താഴേക്കും പോകുന്ന രീതിക്ക് വീഴാൻ വേണ്ടിയിട്ട് പോവാണ്. ഹിസ് മദർ ഹാഡ് സ്വൂപ്ഡ് അപ്വേർഡ്സ്. എന്താ, അവൻ ഇങ്ങോട്ട് ചാടിയപ്പോഴേക്കും അമ്മ പെട്ടെന്ന് പറന്ന് മേലേക്ക് പോവാണ് ചെയ്തത്. ആൻഡ് ഹി പാസ്ഡ് ബിനീത്ത് ഹർ ഹി ഹേർഡ് ദ സ്വിഷ് ഓഫ് എ വിങ്സ്. അപ്പം അമ്മ മേളിലോട്ട് ഇങ്ങനെ വേഗം പറന്നു, ഇവനാണെങ്കിൽ താഴേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇവന് പോകുമ്പോഴേക്കും ഈ അമ്മയുടെ വിങ്സിന്റെ ആ ഒരു സ്വിഷ്, ആ ഇങ്ങനെ അടിക്കുന്ന ഒച്ച അവന് കേൾക്കാമായിരുന്നു. Then a monstrous terror seized him and his heart stood still. അപ്പം എന്താ, പെട്ടെന്ന് നമ്മളൊരു അപകടത്തിൽപ്പെട്ടു പോകുമ്പോഴേക്കും നമ്മൾ നിലവിളിക്കുന്ന ആ ഒരു നിലവിളി ഉണ്ടല്ലോ, അത് അവിടെ കേൾക്കാനുണ്ടായിരുന്നു. ആൻഡ് അവൻ്റെ ഹാർട്ടൊക്കെ ഏതാണ്ട് ഇപ്പം ചാവും, കാരണം വെള്ളത്തിലേക്കാണ് വീഴാൻ പോകുന്നത്, ഇപ്പം ചാവും. അപ്പം അവൻ്റെ ഹാർട്ടൊക്കെ ഇങ്ങനെ കിടന്ന് ഇടിക്കുകയാണ്. ഹി കുഡ് ഹിയർ നത്തിങ്, ഒന്നും കേൾക്കത്തില്ല, ഇപ്പം ചാവുമല്ലോ, ചുറ്റും നടക്കുന്നൊന്നും അവന് കാണാനും കേൾക്കാനും ഒന്നും പറ്റുന്നില്ല. ബട്ട് ഇറ്റ് സ്ലോലി ലാസ്റ്റഡ് എ മൊമെന്റ്. അപ്പോൾ പക്ഷെ ഈ പറഞ്ഞൊരു പേടി അധികം നേരം ഒന്നും നിലനിന്നില്ല, അത് വളരെ കുറച്ച് നേരം മാത്രമേ ആ പറഞ്ഞ ഒരു പേടി ഉണ്ടായിരുന്നുള്ളൂ. ദ നെക്സ്റ്റ് മൊമെന്റ് ഹി ഫെൽറ്റ് ഹിസ് വിങ്സ് സ്പ്രെഡ് ഔട്ട്വേർഡ്സ്. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും എന്തായി, അധികം സമയമൊന്നും എടുക്കാണ്ട് തന്നെ അവന് പെട്ടെന്ന് ഹി ഹാസ് ഗോട്ട് എ കോൾ. എന്തായിരുന്നു അത്? അവൻ്റെ വിങ്സ് പെട്ടെന്ന് തന്നെ തുറന്നടിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. ആൻഡ് ദ വിൻഡ് റഷ്ഡ് അഗെയിൻസ്റ്റ് ഹിസ് ബ്രെസ്റ്റ് ഫെദേഴ്സ്. അപ്പം എന്താ, ഇങ്ങനെ വിങ്സ് അവൻ്റെ ഫെദേഴ്സ് ഇങ്ങനെ അടിക്കുമ്പോഴേക്കും ഇപ്പം കാറ്റ് എയർ ഇങ്ങനെ വന്ന് അവൻ്റെ ഈ പറഞ്ഞ അവൻ്റെ ഇവിടെ ഭാഗത്തേക്ക് ബ്രെസ്റ്റ് ഭാഗത്തേക്ക് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് then under his stomach and against his, അപ്പം ഇവൻ്റെ ചിറക് അടിക്കുമ്പോഴേക്കും ഹി കുഡ് ജസ്റ്റ് ഫീൽ ദറ്റ് വിൻഡ്, ആ ഒരു എയർ ഇങ്ങനെ വന്ന് കയറുന്നത് അവന് മനസ്സിലാവുന്നുണ്ട്. ഹി കുഡ് ഫീൽ ദ ടിപ്സ് ഓഫ് ഹിസ് വിങ്സ് കട്ടിങ് ത്രൂ ദി എയർ. അപ്പോൾ അവൻ്റെ വിങ്സ് ഇങ്ങനെ എയറിൽ ഇങ്ങനെ കിടന്ന് അടിക്കുന്നത് അവന് കറക്റ്റ് ഫീൽ ആവുന്നുണ്ട്. ആൻഡ് ഹി വാസ് നോട്ട് ഫോളിങ് ഹെഡ് ലോങ് നൗ. ഇപ്പോൾ അവനെന്ത് മനസ്സിലായിട്ടുണ്ട്, ഞാനങ്ങനെ ഇങ്ങനെ കൂപ്പ് കുത്തി അല്ലേക്ക് വീഴാൻ വേണ്ടി പോകുമൊന്നുമല്ല, ഐ എം ഡൂയിങ് സംതിങ് എൽസ്. എനിക്ക് എന്തോ ഒന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കണം, ഞാൻ ഏതായാലും പെട്ടെന്ന് താഴേക്ക് വീഴുന്ന ഒരു അവസ്ഥയിലൊന്നും അല്ല ഇപ്പോൾ ഉള്ളത്. ഓക്കെ, ആൻഡ് ഹി വാസ് സോറിങ് ഗ്രാജുവലി ഡൗൺവേർഡ്സ് ആൻഡ് ഔട്ട്വേർഡ്സ്. അപ്പോൾ ഗ്രാജുവലി എന്ത് സംഭവിക്കുകയാണ്, ഇവരെ തന്നെ മനസ്സിലാവുന്നത് ഞാൻ താഴേക്ക് ഇങ്ങനെ വീണുകൊണ്ടിരിക്കില്ല, പകരം ഞാൻ ഇങ്ങനെ നിന്ന് എയറിൽ ഇങ്ങനെ സ്പേസിൽ ഇങ്ങനെ നിന്ന് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ആൻഡ് ഹി വാസ് നോ ലോങ്ങർ അഫ്രേഡ്. യെസ്, അപ്പോഴും നമ്മുടെ ആ ഒരു കാര്യം അക്കംപ്ലിഷ്ഡ് ആയിട്ടുണ്ട്. ഇപ്പം അവൻ ആ പറഞ്ഞ മാതിരിയുള്ള പേടിയൊന്നും തോന്നുന്നില്ല. ഓക്കെ, ഹി ജസ്റ്റ് ഫെൽറ്റ് എ ബിറ്റ് ഡിസി. അപ്പോൾ അവൻ ആകപ്പാടെ ഉണ്ടായിരുന്നത് പെട്ടെന്ന് ഇങ്ങനെ എയറിലേക്കൊക്കെ പോയി ഇവനിങ്ങനെ പറക്കുന്ന പോലെയൊക്കെ തോന്നിയപ്പം അവന് ചെറുതായിട്ടൊരു ഡിസീസ്, ഒരു ചെറിയൊരു തലകറക്കം, ആദ്യമായിട്ട് പറക്കുന്നതല്ല, അപ്പം സ്വാഭാവികം അല്ലേ. അപ്പം അങ്ങനെ ഒരു ഡിസീനസ് അവന് തോന്നി. അതർവൈസ് ഹി വാസ് ഓക്കെ. ദെൻ ഹി ഫ്ലാപ്ഡ് ഹിസ് വിങ്സ് വൺസ് ആൻഡ് ഹി സോഡ് അപ്വേർഡ്സ്. അപ്പോൾ അവൻ എന്ത് ചെയ്യാൻ വേണ്ടി തുടങ്ങി, അവൻ്റെ വിങ്സ് നല്ല രീതിക്ക് അടിച്ച് മേലേക്ക് പറന്നുയരാൻ വേണ്ടിയിട്ട് തുടങ്ങി. ഓക്കെ, he uttered a joyous scream and flapped them again. He soared higher. എന്താ, അപ്പോൾ അവൻ മേലിലേക്ക് പറന്നു തുടങ്ങി. അപ്പോൾ അവന് വളരെയധികം സന്തോഷമായി. പിന്നെ അവൻ ഉണ്ടാക്കുന്ന ശബ്ദങ്ങളൊക്കെ വളരെ ജോയസ് ആയിട്ടില്ല, ഭയങ്കര സന്തോഷം ഉള്ള ഒരു ശബ്ദമാണ് അവൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഹി റേസ്ഡ് ഹിസ് ബ്രെസ്റ്റ് ആൻഡ് ബാങ്ക്ഡ് അഗെയിൻസ്റ്റ് ദി വിൻഡ്. അപ്പോൾ അതാ വീണ്ടും നല്ല നെഞ്ചൊക്കെ വിരിച്ച് നല്ല അടിപൊളിയായിട്ട് പറക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. ഹീസ് ജസ്റ്റ് വീണ്ടും ആ ഒച്ചപ്പാടൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. ഹിസ് മദർ സ്വൂപ്ഡ് past him, her wings making a loud noise. അപ്പോൾ ആ അമ്മയും അവൻ്റെ അടുത്തേക്ക് വരികയാണ്. അപ്പോൾ പുള്ളിക്കാരി വരുമ്പോഴേക്കും പുള്ളിക്കാരുടെ ആ ഒരു വിങ്സിൻ്റെ സൗണ്ടൊക്കെ നല്ല രീതിക്ക് കേൾക്കുന്നുണ്ട്. ഹി ആൻസേർഡ് ഹർ വിത്ത് another scream. അപ്പോൾ അമ്മ അവൻ്റെ അടുത്തേക്ക് വന്ന് ശബ്ദങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിനൊരു ആൻസർ എന്നുള്ള രീതിക്ക് നമ്മുടെ ഈ യങ് ബേബി സീഗൾ is also replying and with a scream. Then his father flew over him screaming. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴേക്കും ആര് വന്നു, അച്ഛൻ വന്നു. അച്ഛനും ഈ പറഞ്ഞ പോലെ വളരെ സന്തോഷത്തിൽ ഇവൻ്റെ മേലെ കൂടെയൊക്കെ പറക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. Then he saw his two brothers and sister flying around him, soaring and diving. കുറച്ച് കഴിഞ്ഞ് നോക്കിയപ്പോഴേക്കോ ഇവൻ്റെ രണ്ട് ബ്രദേഴ്സും അതുപോലെ സിസ്റ്ററും ഒക്കെ ഇവൻ്റെ കൂടത്തിൽ അല്ലെങ്കിൽ ഇവൻ്റെ ചുറ്റും ഇങ്ങനെ ഡൈവ് ചെയ്യുന്നതും ഫ്ലൈ ചെയ്യുന്നതും ഒക്കെ ആയിട്ട് ഇവനെ കാണുന്നുണ്ട്. ഓക്കെ, സോ എവ്രി വൺ, ആ ഒരു ഫാമിലി ഇസ് കംപ്ലീറ്റ് നൗ, എവ്രി വൺ ഇസ് വെരി ഹാപ്പി. ഓക്കെ, അപ്പോൾ നമ്മൾ വിചാരിക്കും ഇവിടെ തീർന്നു, വെരി ഹാപ്പി എൻഡിങ് ഓഫ് ദി സ്റ്റോറി എന്നൊക്കെ വിചാരിക്കും. പക്ഷേ തീർന്നിട്ടില്ല. വി ഹാവ് സം മോർ തിങ്സ് ടു ഹാപ്പൻ. Okay, then he completely forgot that he had not always been able to fly and commenced to dive and soar, shrieking shrilly. അപ്പം ഇപ്പം തൊട്ട് അവൻ എന്താ ചെയ്യുന്നത്, ഇത്രയും കാലം അവിടെ പേടിത്തൊണ്ടനായിട്ടിരുന്ന ഒരു സീഗളാണെന്നൊന്നും അവനിപ്പോൾ ഓർക്കുന്നത് തന്നെയില്ല. എന്തൊക്കെ ചെയ്യുന്നുണ്ട് അവൻ ഇപ്പോൾ ഈ പറഞ്ഞ ഇത്രയും കാലം പറക്കാൻ പറ്റാതെ പേടിച്ചിരുന്ന ഒരു കുട്ടിയായിട്ടൊന്നും അല്ല. ഇപ്പോൾ അവൻ വളരെ നല്ല രീതിക്ക് നല്ല ഭംഗിയായിട്ട് പറക്കാനും അതുപോലെ തന്നെ ഡൈവ് ചെയ്യാനും ഒക്കെ അവൻ നോക്കുന്നുണ്ട്. അവൻ നല്ല രീതിക്ക് അതൊക്കെ ചെയ്യുന്നുണ്ട്. ഓക്കെ, ആൻഡ് ഹി വാസ്
വാസ് നിയർ ദ സീ നൗ. ഇനി അടുത്ത പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവനിങ്ങനെ പറന്നുകൊണ്ടൊക്കെ ഇരിക്കുകയാണ്, പക്ഷേ അവൻ കടലിൻ്റെ അടുത്തേക്ക് എത്തി. അപ്പോൾ ഇതാ വാട്ടർ ഇവിടെയാണുള്ളത്, അതിൻ്റെ തൊട്ടടുത്തേക്ക് നമ്മുടെ സീകൾ എത്തിയിട്ടുണ്ട്. ഫ്ലൈയിങ് സ്ട്രെയിറ്റ് ഓവർ ഇറ്റ്, ഫേസിങ് ഔട്ട് ഓവർ ദി ഓഷ്യൻ. അപ്പോൾ ഇപ്പം അവൻ കടലിൻ്റെ അടുത്തേക്കാണ് പറന്നു വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കടലിനെ ഫേസ് ചെയ്തിട്ടാണ് ഇപ്പോൾ അവനുള്ളത്. Okay, he saw a vast green sea beneath him with little ridges moving over it. അപ്പോൾ അവൻ താഴേക്ക് നോക്കുമ്പോൾ അവൻ എന്താ കാണുന്നത്? നല്ല ഗ്രീൻ, ഒരു ലൈറ്റ് ഗ്രീൻ കളർ അല്ലെങ്കിൽ ലൈറ്റ് ബ്ലൂയിഷ് ഗ്രീൻ കളറുള്ള ഒരു ഓഷ്യൻ, ഒരു സീ, ആ ഒരു സമുദ്രമാണ് അവൻ കാണുന്നത്. ആൻഡ് ഹി ഈസ് നൗ ഡൈവിങ് ടുവേർഡ്സ് ഇറ്റ്. അവന് ഓപ്പോസിറ്റ് ആയിട്ട് അവൻ അങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ദ സീ, അതിനൊരു ഓളം, ഒരു റിഡ്ജസ് ഒക്കെ ഇങ്ങനെ എന്താ ചെറിയൊരു ഓളം വെട്ടലൊക്കെ അവന് കാണാൻ പറ്റുന്നുണ്ട്. ഹി ടേൺഡ് ഹിസ് ബീക്ക് സൈഡ് വേസ് ആൻഡ് ക്രൗഡ് അമ്യൂസ്ഡ്ലി. ഓക്കെ, അപ്പം അങ്ങനെ അവൻ സൈഡിലേക്കൊക്കെ തിരിച്ച് അവൻ വീണ്ടും വീണ്ടും സ്ക്രീം ചെയ്യുന്നൊക്കെ ഉണ്ട്. They were beckoning to him, calling shrilly. അപ്പം അവൻ്റെ കൂടെ ഉണ്ടായിരുന്ന പേരൻസും അതുപോലെ സിസ്റ്റേഴ്സും ഒക്കെ they also had landed on this green floor. ഈ ഗ്രീൻ ഫ്ലോർ എന്ന് പറയുന്നത് എന്താ? ദ ഓഷ്യൻ. അവർ കൂട്ടരെല്ലാവരും ഈ ഒരു ഓഷ്യനിൽ ലാൻഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പം അവരും ഇവനെ വിളിക്കുന്നുണ്ട്. ഹി ഡ്രോപ്ഡ് ഹിസ് ലെഗ്സ് ടു സ്റ്റാൻഡ് ഓൺ ദ ഗ്രീൻ സീ. അപ്പോൾ അതാ അവരെ ഫോളോ ചെയ്തിട്ട് നമ്മുടെ ബേബി സീകളും ഹി ഈസ് ഓൾസോ പ്ലാനിങ് ടു എന്താ ഓഷ്യനിലേക്ക് പോയി അവർ നിൽക്കുന്ന പോലെ തന്നെ നിൽക്കാമെന്ന്, ലാൻഡ് ചെയ്യാമെന്ന് പ്ലാൻ ചെയ്യുകയാണ്. ഓക്കെ, പക്ഷെ എന്ത് സംഭവിച്ചു? ഹി ഡ്രോപ്ഡ് ഹിസ് ലെഗ്സ് ടു സ്റ്റാൻഡ് ഓൺ ദ ഗ്രീൻ സീ. ഹിസ് ലെഗ്സ് സാങ്ക് ഇൻ ടു ഇറ്റ്. പക്ഷെ അവൻ വിചാരിച്ച പോലെ കാര്യങ്ങളൊന്നും നടന്നില്ല. പകരം എന്ത് സംഭവിച്ചു? വെള്ളത്തിലേക്ക് കാല് വെച്ചപ്പോഴേക്കും അവൻ്റെ കാലൊക്കെ ഫുള്ളായിട്ട് അതിനകത്തങ്ങ് മുങ്ങി. ദെൻ ഹി സ്ക്രീംഡ് വിത്ത് എ ഫ്രൈറ്റ് ആൻഡ് അറ്റംപ്റ്റഡ് ടു റൈസ് അഗെയിൻ ഫ്ലാപ്പിംഗ് ഹിസ് വിങ്സ്. അപ്പോൾ പേടിച്ചു പോയി, കാരണം കാലങ്ങോട്ട് മുങ്ങിപ്പോയി. അപ്പോൾ അവരെന്ത് ചെയ്തു? സ്വാഭാവികമായിട്ടും പെട്ടെന്ന് പറന്ന് മേലേക്ക് ഉയരാൻ വേണ്ടിയിട്ട് വിങ്സ് ഒക്കെ അടിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. ബട്ട് ഹി വാസ് ടയർഡ് ആൻഡ് വീക്ക് വിത്ത് ഹങ്കർ ആൻഡ് ഹി കുഡിൻറ്റ് റൈസ്. അപ്പോൾ അവൻ എന്താ ചെയ്യുന്നത്? അവൻ ഇത്രയും ദിവസം ഭക്ഷണം കഴിക്കാത്തതിൻ്റെ ക്ഷീണമൊന്നുണ്ട്, അതിൻ്റെ കൂട്ടത്തിൽ ഈ വെള്ളത്തിലേക്ക് മുങ്ങിപ്പോകുമോ എന്നുള്ളൊരു പേടിയും അവന് തോന്നി തുടങ്ങി. അതുകൊണ്ട് തന്നെ അവൻ എന്ത് ചെയ്തു? അവൻ അവിടുന്ന് പറന്നുയരാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. എക്സോസ്റ്റഡ് ബൈ ദി സ്ട്രേഞ്ച് എക്സസൈസ്. അപ്പോൾ ഇത്രയും നേരം അവൻ ഇതുവരെ ചെയ്തിട്ടില്ലാത്തൊരു പണിയാണ്, അതായത് ഡൈവ് ചെയ്യാൻ പറക്കുകയൊക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവൻ ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവന് ആ വെള്ളത്തിൽ നിന്ന് മേലേക്ക് അങ്ങ് പറന്നുയരാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. ഹിസ് ഫീറ്റ് സാങ്ക് ഇൻ ടു ദി ഗ്രീൻ സീ. അപ്പോൾ അവൻ്റെ കാലുകളും അങ്ങോട്ട് താന്നു തുടങ്ങി. ആൻഡ് ദെൻ ഹിസ് ബെല്ലി ടച്ച്ഡ് ഇറ്റ് ആൻഡ് ഹി സാങ്ക് നോ ഫർദർ. അപ്പോൾ ഇന്നെന്താ സംഭവിച്ചത്? അപ്പോൾ അവൻ്റെ വയറുഭാഗം വരെയും വെള്ളത്തിൽ മുങ്ങി തുടങ്ങി. ഓക്കെ, അപ്പം അവൻ വിചാരിച്ചു ഇപ്പം തീരും, കാറ്റ് പോയി എന്ന് വിചാരിക്കും. പക്ഷേ പിന്നെ അങ്ങോട്ട് അവൻ മുങ്ങിപ്പോയില്ല. ഓക്കെ, അവന് പിന്നീട് ഒന്നും സംഭവിക്കുന്നില്ല. നൗ വാട്ട് ഈസ് ഹി ഡൂയിങ്? ഹി വാസ് ഫ്ലോട്ടിംഗ് ഓൺ ഇറ്റ് ആൻഡ് അറൗണ്ട് ഹിം ഹിസ് ഫാമിലി വാസ് സ്ക്രീമിംഗ്, praising him, and their beaks were offering him scraps of dogfish. പക്ഷേ ആ ഒരു ബെല്ലി അവിടെ ടച്ച് ചെയ്തതോടുകൂടി അവൻ ആ ഒരു വാട്ടറിൽ ഫ്ലോട്ട് ചെയ്യാൻ വേണ്ടി അതിലിങ്ങനെ നീന്തി തുടിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. ഓക്കെ, അപ്പോൾ ആ ഒരു ഹാപ്പിനെസ്സിൽ അവൻ്റെ എൻറ്റയർ ഫാമിലി അവൻ്റെ ചുറ്റും ഇങ്ങനെ വളരെ ഹാപ്പിനെസ്സോടുകൂടി അവൻ്റെ ചുറ്റിനും ഇങ്ങനെ സ്ക്രീം ചെയ്ത് പറന്ന് നടക്കുന്നുണ്ട്. അവനെ ഒരുപാട് കൺഗ്രാജുലേറ്റ് ഒക്കെ ചെയ്യുന്നുണ്ട്, അവനെ പ്രേസ് ചെയ്ത് അവൻ്റെ ചുറ്റും ഇങ്ങനെ നടക്കുന്നുണ്ട്. ഒപ്പം അവരെന്ത് ചെയ്യുന്നുണ്ട്? അവന് കഴിക്കാൻ വേണ്ടിയിട്ട് ഫുഡ്, അതുപോലെ ഫിഷസിൻ്റെ ഒക്കെ ചെറിയ ചെറിയ ഭാഗങ്ങളൊക്കെ അവന് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ആൻഡ് ഹി ഹാഡ് മെയ്ഡ് ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ്. അപ്പം നമ്മുടെ ചാപ്റ്ററിൻ്റെ ടൈറ്റിൽ അന്വർത്ഥമാവുന്നത് ഇവിടെയാണ്. നമ്മുടെ യങ് സീഗൾ നൗ ഹി ഫൈനലി മെയ്ഡ് ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ്, ദ വെരി ഫസ്റ്റ് ഫ്ലൈറ്റ്. ഓക്കെ, അപ്പം വളരെ ഭംഗിയുള്ള, നമുക്ക് നല്ല എൻജോയ് ചെയ്ത് മുന്നോട്ട് പോകുന്ന അല്ലെങ്കിൽ ഒരു സ്റ്റോറി ലൈനാണ് നമുക്ക് ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ് എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്ററിൽ കിട്ടുക. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഈ ഒരു കഥയുടെ ഒരു ഫ്ലോ എങ്ങനെയാണെന്ന് പിടികിട്ടിയെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ആലോചിക്കാനുള്ളത് വളരെ കുറച്ച് തീംസ് ആണ്. ഓക്കെ, അപ്പം ഒന്നാമത്തെ തീം എന്ന് പറയുന്നത് ദ ഇമ്പോർട്ടൻസ് ഓഫ് സെൽഫ് കോൺഫിഡൻസ്, സെൽഫ് ഡിറ്റർമിനേഷൻ, കറേജ്. ഈ മൂന്ന് കാര്യങ്ങളും ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ അവർ ലൈഫ്. സെൽഫ് കോൺഫിഡൻസ്, ഡിറ്റർമിനേഷൻ ആൻഡ് കറേജ്. ഓക്കെ, ഈ മൂന്ന് കാര്യങ്ങളും അവന് ഉണ്ടായി വന്നതുകൊണ്ട്, ആദ്യമൊന്നും ഉണ്ടായിരുന്നില്ല, മാത്രമല്ല അവന് സ്വന്തമായിട്ട് ഉണ്ടാക്കിയെടുത്തതുമല്ല. ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് ദി ട്രിക്ക് പ്ലേഡ് ബൈ ഹിസ് മദർ. അവൻ്റെ അമ്മ അങ്ങനെ ഒരു ട്രിക്ക് പ്രയോഗിച്ചതുകൊണ്ട് മാത്രമാണ് നമ്മുടെ ഈ യങ് ബേബി സീകൾ ഈ പറഞ്ഞ ഒരു അവസ്ഥയിലേക്ക് എത്താൻ വേണ്ടിയിട്ട് കാരണമായത്. ഓക്കെ, അത് ശരി തന്നെയാണ്. പക്ഷെ എന്നാലും പിന്നീട് അവന് കിട്ടിയ ആ ഒരു കോൺഫിഡൻസ്, അല്ലെങ്കിൽ ഞാനത് ചെയ്തു കഴിഞ്ഞാൽ ഓക്കെ ഫൈൻ, അതുപോലെ തന്നെ കറേജ്, അവന് കിട്ടിയ ആ ഒരു ധൈര്യമാണ് ദാറ്റ് സേവ്ഡ് ഹിം ഫ്രം ദിസ് തിങ്. അപ്പോൾ ഈ ഒരു കാര്യം ചെയ്യാൻ, ഒരു സ്കില്ല് അവനെ എത്തിക്കാൻ, അല്ലെങ്കിൽ അവന് പഠിക്കാൻ, അല്ലെങ്കിൽ ഈ പറഞ്ഞ ഒരു കാര്യത്തിലേക്ക് അവനെ എത്തിക്കാൻ ഹെൽപ്പ് ചെയ്തത് ഈ ഒരു കറേജാണ്. സോ ജസ്റ്റ് കീപ് ദാറ്റ് തീം ഇൻ യുവർ മൈൻഡ്. രണ്ടാമത്തത് ദ ഇമ്പോർട്ടൻസ് ഓഫ് പേരൻസ്, അല്ലെങ്കിൽ ദ സിഗ്നിഫിക്കൻസ് ഓഫ് പേരൻസ്, ദ റോൾ പ്ലേഡ് ബൈ പേരൻസ് ഇൻ ദെയർ ചിൽഡ്രൻസ് ലൈഫ്.
ഈ ഒരു അച്ഛനും അമ്മയും അല്ലെങ്കിൽ ഒരു പാരൻസ്, ഒരു ഫാമിലി എത്രത്തോളം പങ്ക് വഹിക്കുന്നുണ്ട് ഒരു കുട്ടിയുടെ ജീവിതത്തിൽ. അത് നമ്മൾ വളരെ ക്ലിയർ ആയിട്ട് കാണുന്നുണ്ട് ഈ ഒരു ചാപ്റ്ററിൽ. എങ്ങനെയാണ് അമ്മ സീകളുടെ കാര്യം തന്നെ നമുക്ക് ആദ്യം ഡിസ്കസ് ചെയ്യാനുള്ളത്. ഈ അമ്മയുള്ളത് കൊണ്ടാണ് നമ്മുടെ ഈ യങ് സീകളിന് ഫൈനലി അവൻ്റെ ഫസ്റ്റ് ഫ്ലൈറ്റ് നടത്താൻ വേണ്ടിയിട്ട് സാധിച്ചത്. അതർവൈസ് ആ അമ്മ ഈ പറഞ്ഞ ലെജൻഡ് അടുത്ത് കൊണ്ടുപോയി അവനെ ട്രിക്ക് ചെയ്തില്ലായിരുന്നുവെങ്കിൽ ജീവിതകാലം മുഴുവൻ നമ്മുടെ ഈ യങ് സീകളിൽ എവിടെ തന്നെ ഉണ്ടാവുമായിരുന്നു? ആ ലെജൻഡ് മേലെ തന്നെ ഉണ്ടാവുമായിരുന്നു. ഓക്കെ, അപ്പോൾ അതൊന്നാമത്തെ കാര്യം. പിന്നീടുള്ളത് അപ്പോൾ അമ്മമാരുടെ സ്നേഹം, ദ ലവ് ദാറ്റ് വി റിസീവ് ഫ്രം അവർ മദേഴ്സ്, അതൊരു ഇമ്പോർട്ടൻ്റ് കാര്യമാണ്, അവിടെ വരുന്ന ഒരു സബ് ടോപ്പിക്കാണ്. പിന്നീടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ സപ്പോർട്ട് ഗിവൻ ബൈ ഹിസ് ഫാമിലി മെമ്പേഴ്സ്. അപ്പോൾ അച്ഛനാണെങ്കിലും ഇവൻ ചെറുതായിട്ടൊന്ന് പറക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയപ്പോഴേക്കും അച്ഛൻ വരുന്നുണ്ട്, അതുപോലെ തന്നെ 2 brothers ആൻഡ് ദ സിസ്റ്റർ, ഇവരെല്ലാവരും വന്നിട്ട് ഇവനെ എന്താണ് പ്രൈസ് ചെയ്യുന്നുണ്ട്, അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട്, അവന് വേണ്ടിയിട്ടുള്ള സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. ഓക്കെ, സോ അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ലിയാം ഓഫ് ഫ്ലാഹർട്ടി തൻ്റെ ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ് എന്ന് പറയുന്ന ഈ ഒരു സ്റ്റോറിയിലൂടെ നമ്മുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത്. സോ ഐ ഹോപ്പ് ദിസ് ഇസ് ക്ലിയർ ഫോർ യു. ഇത് അത്ര ബുദ്ധിമുട്ടുള്ള ഭയങ്കര ചാപ്റ്റർ ഒന്നും അല്ല, വളരെ സിമ്പിളായിട്ട് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ചാപ്റ്ററാണ്. സോ ഐ ഹോപ്പ് ദിസ് ഇസ് ക്ലിയർ ഫോർ യു. അപ്പം ഈ ഒരു ചാപ്റ്ററിൻ്റെ സമ്മറി നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. സോ സ്റ്റേ ട്യൂൺഡ് ഫോർ ദി വെരി നെക്സ്റ്റ് ചാപ്റ്റേഴ്സ്. അപ്പോൾ അത്രയേ ഉള്ളൂ. സോ കീപ് ദാറ്റ് ഇൻ യുവർ മൈൻഡ്. ഈ കാര്യങ്ങളൊക്കെ പഠിച്ചു വെക്കുക. അപ്പോൾ വിൽ സീ യു ഇൻ അനദർ വീഡിയോ. ടേക്ക് കെയർ ഓൾ ഓഫ് യു. ബൈ.